അങ്ങനെ ചന്ദ്രശേഖരന് ഗൗതമിനോട് നിനക്ക് കുറച്ച് ബാങ്കിലേക്കൊക്കെ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവനോടുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ തന്നെ ഉർവശി പറയുന്നുണ്ട്, അല്ല ഇനി എല്ലാ ചർച്ചകളും ഭക്ഷണം കഴിച്ചതിന് ശേഷം വാ വന്നിരിക്കുക ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ടേബിളിലേക്ക് അങ്ങ് ക്ഷണിക്കാണ്. അതേ സമയത്ത് തന്നെ ഈ കൽപ്പനയുണ്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ അവളോടും പറയുന്നുണ്ട്, വാ കൽപ്പന നീയും ഭക്ഷണം കഴിക്കാൻ ഇരിക്ക്, ഭക്ഷണം ഇപ്പോൾ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും കൂടി ആ ടേബിളിലേക്ക് അങ്ങ് ഇരുത്താണ്. അപ്പോൾ അവൾ ടേബിൾ വന്ന് നോക്കുമ്പോൾ ടേബിളിൽ ഫുഡൊന്നും ആയിട്ടില്ല. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, അല്ല ചെറിയമ്മേ ഈ ഫുഡൊന്നും ആയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ആദ്യം തന്നെ ഇരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉർവശി പറയുന്നുണ്ട്, അത് പിന്നെ ഈ ഫുഡ് എത്തിക്കാനുള്ളവരൊക്കെ ഇപ്പോൾ എത്തിക്കൂ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പം തന്നെ പത്മിനി ഭക്ഷണമൊക്കെ കൊണ്ട് അവരുടെ മുന്നിലേക്ക് അങ്ങ് വന്നിട്ട് അതിൽ വെച്ചിട്ട് അവളോട് പറയുന്നുണ്ട്, ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പത്മിനി അവരുടെ അടുത്ത് നിന്ന് അങ്ങ് പെട്ടെന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട് അങ്ങ് നോക്കുകയാണ്. പക്ഷേ ഉർവശി അതിന് സമ്മതിക്കുന്നില്ല. ഉർവശി പറയുന്നുണ്ട്, ചായ ഉണ്ടാക്കാനോ, അപ്പോൾ ഇതൊക്കെ ആരാ ഇട്ട് കൊടുക്കുക, എന്തായാലും ചന്ദ്രേട്ടനും ഗൗതമിനും ഒക്കെ നീ വിളമ്പി കൊടുത്ത ഭക്ഷണമൊക്കെ ഒരുപാട് കാലമായി കഴിച്ചിട്ട്, അപ്പോൾ അവർക്കും ഉണ്ടാവില്ല ഒരു ആഗ്രഹം ഏടത്തി വിളമ്പി കൊടുത്ത ഭക്ഷണമൊക്കെ കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടെ തന്നെ പിടിച്ചു നിർത്തുകയാണ്. അപ്പോൾ പിന്നെ പത്മിനി അവർക്കൊക്കെ വിളമ്പി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഗൗതവും ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് ഒറ്റ തുപ്പ് അങ്ങ് തുപ്പുകയാണ്. എന്താണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഉപ്പുമില്ല മുളകുമില്ല, എന്താ ഇത് എന്നൊക്കെ ചോദിച്ചു ഈ പത്മിനിയോട് അങ്ങ് ഷൗട്ട് ചെയ്യാണ്. ആ പത്മിനിക്ക് അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് സങ്കടം അങ്ങ് വരുന്നുണ്ട്. ആ പത്മിനി പറയുന്നുണ്ട്, അല്ല ഞാനൊക്കെ നോക്കിയതാണല്ലോ ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, എന്നാൽ പിന്നെ കുഴപ്പം എൻ്റെതായിരിക്കും, ഞാനാണല്ലോ വലിയ കുഴപ്പക്കാരൻ, അതുകൊണ്ടായിരിക്കും ഞാൻ കഴിച്ച ഭക്ഷണത്തിനും കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അവന് പത്മിനിയോട് ഒരു ബഹുമാനം ഇല്ലാതെ അങ്ങ് ഷൗട്ട് ചെയ്യണം. അപ്പോൾ പത്മിനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടം വരികയാണ്. അപ്പോൾ ചന്ദ്രേട്ടനും പറയുന്നുണ്ട്, അപ്പോൾ അല്ല നിങ്ങളിപ്പോൾ ഏട്ടനുണ്ടായിരുന്നു ഇവിടെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കില്ലായിരുന്നല്ലോ, ഇതിപ്പോൾ അവനായിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് എന്നൊക്കെ ഈ പത്മിനിയോട് അങ്ങ് പറയണം. അപ്പോൾ പത്മിനി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കഴിച്ച് നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഉർവശി അങ്ങ് ഷൗട്ട് ചെയ്യണം. അതിനർത്ഥം ഞങ്ങളോട് ടെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം അവന് ടെസ്റ്റ് ചെയ്തത് ശരിയായില്ല, അവന് പറഞ്ഞത് കള്ളാണെന്നല്ലേ, അപ്പോൾ അവൻ കള്ളം പറയുകയാണെന്നല്ല അതിൻ്റെ അർത്ഥം എന്നൊക്കെ ചോദിച്ച് വീണ്ടും പത്മിനിയോട് അങ്ങ് ഷൗട്ട് ചെയ്യണം. അപ്പോൾ പത്മിനി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു 5 മിനിറ്റ് തരും, ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പിന്നെ ഗൗതം പറയുന്നുണ്ട്, ഇനി അതിനൊന്നും റിസ്ക് എടുക്കൊന്നും വേണ്ട, ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് അങ്ങ് വാണിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ ഉർവശി എന്നാൽ പിന്നെ പത്മിനി ചായ ഉണ്ടാക്കിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിടുകയാണ്. പത്മിനി കിച്ചണിൽ പോയിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് പൊട്ടി കരയുന്നൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് അങ്ങ് കരയാണ്. ആറ്റുവാശ്ശേരിയിൽ ദേവൻ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രാധികനോട് ചോദിക്കുന്നുണ്ട്, അല്ല വരുൺ എവിടെ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വരുണിന് ചെറിയൊരു തലവേദന, അവിടെ റൂമിൽ ഉറങ്ങുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. ഞാൻ എന്തായാലും ചായ ഉണ്ടാക്കാൻ പോവാണ്, അച്ഛന് ചായ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളങ്ങ് അടുക്കളയിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. അമ്മയാണെങ്കിൽ പുറത്ത് അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് നിൽക്കണം. ആ സമയത്താണ് നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടി ഭയങ്കര ഷൗട്ട് ചെയ്ത് കണ്ട് അങ്ങോട്ട് അങ്ങ് കയറി വരികയാണ്. എവിടെയടി അവൾ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവർ രണ്ടുപേരും അങ്ങ് കയറി വരുന്നത്. അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ അങ്ങനെ കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഈ യശോദ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ, പിന്നെ എന്തിനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറി വന്നത് എന്നൊക്കെ അവരോട് അങ്ങ് ഷൗട്ട് ചെയ്ത് തിരിച്ചങ്ങ് ചോദിക്കാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അതെ ഈ വീട് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്, അപ്പോൾ അവിടെ ആ നാശം പിടിച്ച 2 സാധനങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞല്ലോ, കണിമംഗലത്തിൽ നിന്ന് അവരെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അവർ തെരുവിൽ അലയാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്, അല്ലാതെ ഇവിടെ കയറ്റി താമസിപ്പിക്കാനല്ല, അവരെ പെട്ടെന്ന് ഇവിടുന്ന് ഇറക്കി വിട്ടോ എന്നൊക്കെ യശോദനോട് അങ്ങ് ഷൗട്ട് ചെയ്യണം. അപ്പോൾ യശോദ പറയുന്നുണ്ട്, അതെന്തായാലും നടക്കില്ല അമ്മേ, അവരിവിടെ തന്നെ നിൽക്കൂ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, ഈ വീടിൻ്റെ അവകാശം എനിക്കും കൂടി ഉണ്ട്, അതുകൊണ്ട് അവരെ ഇവിടുന്ന് പുറത്താക്കാൻ കഴിയില്ല എന്നൊക്കെ ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് അങ്ങ് ഇടിച്ച് അങ്ങ് കയറുകയാണ്. അപ്പോൾ വാതിലിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ദേവൻ അങ്ങ് നിൽക്കുന്നുണ്ട്. അവൻ ദേവൻ ചോദിക്കുന്നുണ്ട്, അല്ല അമ്മേ അമ്മയ്ക്ക് എന്താ വേണ്ടത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, നീ നിൻ്റെ വളർത്തുമകളെ അവനെയും കൂടി ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കോ, അല്ലെങ്കിൽ ഞാൻ അവനെ പിടിച്ച് പുറത്താക്കൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ദേവന് അവരോട് അങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട്, അല്ല നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വീണ്ടും വലിഞ്ഞു കയറി വന്നത്, ഇവിടെ ആരെ താമസിപ്പിക്കണം വേണ്ട എന്നൊക്കെ എനിക്കറിയാം, ഞാനാണ് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്, അതുകൊണ്ട് ഞാൻ ഇവരെ ഇവിടെ തന്നെ താമസിപ്പിക്കൂ എന്നൊക്കെ ദേവൻ ഇവരോട് തിരിച്ചു അങ്ങ് പറയുന്നുണ്ട്. പക്ഷേ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്ക അതിലൊന്നും അടങ്ങുന്നില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട്, അവളെ നിങ്ങളുടെ വളർത്തപുത്രിയാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്, അവളെ ഇവിടെ എന്തായാലും താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പ്രിയങ്കയും കൂടി അങ്ങ് പറയാണ്. പക്ഷേ ദേവൻ അവരെ സമ്മതിക്കുന്നില്ല. അപ്പോൾ യശോദയും ദേവനും കൂടി അവരോട് അകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ അവർ രണ്ടുപേരും വീടിനകത്ത് അങ്ങ് കയറിയിട്ട് വാതിൽ അങ്ങ് കൂട്ടിയടക്കുകയാണ്. അപ്പോൾ ഇവർ വാതിൽ മെല്ലാതെ അങ്ങ് തള്ളി തുറക്കുന്നൊക്കെ ഉണ്ട്. വാതിൽ തുറക്ക് ദേവ, വാതിൽ തുറക്കുക എന്നൊക്കെ സുകുമാരി മുത്തശ്ശി നന്നായിട്ട് അങ്ങ് പറയുന്നുണ്ടെങ്കിൽ അവർ വാതിൽ തുറക്കുന്നില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ വാതിൽ അടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചൺ വഴി ഇവർ രണ്ടുപേരും അങ്ങ് കയറി പോകണം. അപ്പോൾ കിച്ചൻ്റെ വാതിൽ തുറക്കുന്ന ആ സമയത്ത് തന്നെ അവിടെ നമ്മുടെ രാധിക ഒരു കത്തിയായിട്ട് അങ്ങ് നിൽക്കണം. എന്നിട്ട് അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ആ കത്തി വെച്ച് അവർ രണ്ടുപേരും അങ്ങ് ഭീഷണിപ്പെടുത്താണ്. ആ കത്തി കാണുമ്പോൾ പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ധൈര്യമൊക്കെ അങ്ങ് പോയി പേടിച്ചരണ്ട് അങ്ങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ജീവിതം ഒരുപാട് കഷ്ടപ്പെടുത്തി, ഈ കണിമംഗലത്തിന് ഈ അവസ്ഥ വരാൻ കാരണം നിങ്ങളുടെ കൂട്ടാളികളാണ്, അപ്പോൾ നിങ്ങളുടെ പ്രവർത്തിക്ക് നിങ്ങളുടെ സഹായത്തിനുണ്ടായിരുന്ന കൂട്ടാളികൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അപ്പോൾ നിങ്ങൾക്കും അതിന് തക്കതായ ഒരു കാരണം നിങ്ങളും കൂടിയാണ്, അതുകൊണ്ട് ഇനി എന്നെ എങ്ങനെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊത്തി കുടലുമാല എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നന്നായിട്ട് കത്തി വെച്ച് അങ്ങ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്.
എന്നിട്ട് പ്രിയങ്കനോട് പറയുന്നുണ്ട് 25 കോടിയും കൊണ്ടാണ് നീ ഇറങ്ങിയത്, അതല്ല എന്തെങ്കിലുമൊക്കെ ഒരു അവകാശം നിനക്ക് ഉണ്ടോടി, ആ വരുണ് നിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ കഴുത്തിലൊന്ന് താലി കെട്ടിയിട്ടുണ്ടോ, അതൊന്നുമില്ല, എന്നിട്ട് വെറുതെ 25 കോടി തന്നത്, വേണമെങ്കിൽ പോലീസിനോടും കോടതിയിലൊക്കെ നിങ്ങൾക്ക് അങ്ങ് തെളിയിക്കായിരുന്നെങ്കിൽ സത്യം എനിക്ക് മാത്രമല്ല അറിയൂ, അതുകൊണ്ട് ഇനി കൂടുതലൊന്നും ഇവിടെ വളച്ചിലെടുക്കാൻ നിൽക്കണ്ട, ഇനി എങ്ങാനും ഇങ്ങോട്ട് കയറി വന്ന് വരുണിനെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കഴുത്തിലങ്ങ് കൊത്തി കഷ്ണമാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രിയങ്കനെ കത്തി വെച്ച് അങ്ങ് ഭീഷണിപ്പെടുത്തുന്നതാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, ഏയ് രാധികയെ അവളൊന്നും ചെയ്യില്ല, ഞങ്ങൾ പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പേടിക്കാണ്. എന്നിട്ട് ഈ രാധിക രണ്ടുപേർക്കും അങ്ങ് വാണിംഗ് കൊടുക്കുന്നുണ്ട്, ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാൻ വന്നാൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടുപേരും കൊല്ലും എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഇവരെ നന്നായിട്ട് അങ്ങ് ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് അങ്ങ് ആട്ടി ഓടിക്കാണ്. അവർ പിന്നെ ആ കത്തിയുടെ പേടിയിൽ രണ്ടുപേരും ആറ്റുവാശ്ശേരിയിൽ നിന്ന് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കാണ്. അപ്പോൾ ഇവൾ ഈ ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്നതൊക്കെ ദേവനും യശോദയും കൂടി അന്തം വിട്ട് നോക്കി നിൽക്കണേ. അപ്പോൾ ഈ ദേവനോട് യശോദനോട് അവൾ ആ കത്തി താഴെ ഇട്ടിട്ട് കൈ കൂപ്പിയിട്ട് അങ്ങ് അപേക്ഷിച്ച് സോറി പറയാണ്. എനിക്ക് ആ മുത്തശ്ശിയുടെ മുൻകത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു, പക്ഷേ ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നു. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞ സത്യമാണ്, വരുണിനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ, വരുണിനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിപ്പിച്ചാൽ ഞാൻ അവരെ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങ് കയറി പോവാണ്. അപ്പോൾ യശോദ ദേവനോട് പറയുന്നുണ്ട്, ഈ എൻ്റെ മോളെ ഞാൻ ഇതുവരെ ഇതുപോലെ ഒന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവൻ പറയുന്നുണ്ട്, അതങ്ങനെ അവളെ പരീക്ഷിച്ചിട്ട് അവളെ ഇങ്ങനെ ഈ രൂപത്തിലാക്കി എടുത്തതാണ് അവർ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ കണിമംഗലത്താണെങ്കിൽ നമ്മുടെ സുകുമാരി മുത്തശ്ശി അവിടെ റൂമിൽ ഇരുന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അവരുടെ ആ ഒരു പഴയ നല്ല കാര്യങ്ങളും അവരുടെ ആ ചിരിയും കളിയൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടിട്ടാണ് നമ്മുടെ ഉർവശിയും കൽപ്പന നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും മുത്തശ്ശിക്ക് എന്തെങ്കിലുമൊക്കെ സ്നേഹിക്കണം എന്നാണ് ചന്ദ്രേട്ടൻ പറഞ്ഞിരിക്കുന്നത്, ഏട്ടത്തിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ മുത്തശ്ശിനെ സ്നേഹിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ കൽപ്പനയും കൂടി അതങ്ങനെ അങ്ങ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ് മുത്തശ്ശിക്ക് കൊടുക്കേണ്ട പണി എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, എടി ആ ജനവാതിലും ആ അലമാരയൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ്, നീ ആദ്യം ഒരു ബക്കറ്റും വെള്ളവും ഒരു തുണിയും എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്നൊക്കെ പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട്, അല്ല നമ്മൾ രണ്ടുപേരും ഇവിടെ സുഖിക്കാമെന്നല്ല പറഞ്ഞിട്ട് എന്നിട്ട് എന്നോട് പണി പറയാനോ എന്നൊക്കെ ഇങ്ങനെ ഈ കൽപ്പന പറയാണ്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, അതിന് ഞാൻ നിന്നോട് പണിയെടുക്കാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഞാനേ നിന്നോട് അത് രണ്ടും ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാനല്ലേ പറഞ്ഞത്, വാ നീ പോയി എടുത്തുകൊണ്ട് വാ എന്നൊക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ കൽപ്പന അറിയുന്നുണ്ട്, ആ പണിയെടുക്കാനുള്ള ആൾ വേറെയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ തുണി എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പോവാണ്. അപ്പോൾ ഈ ഉർവശി നേരെ മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട്, അല്ല മുത്തശ്ശി എന്തിനാ കരയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ മുത്തശ്ശി പെട്ടെന്ന് തന്നെ കണ്ണ് തോത്തിയിട്ട്, ഏയ് ഞാൻ കരഞ്ഞിട്ടൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, അല്ല മുത്തശ്ശി നന്നായിട്ട് അങ്ങ് തടിച്ചു പോയിട്ടുണ്ട്, അപ്പോൾ ഈ തടി ഒന്നും കൂടരുത് എന്നല്ല ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഈ ഭക്ഷണം എന്നൊക്കെ കുറച്ച് നന്നായിട്ട് എക്സസൈസൊക്കെ ചെയ്യണം, അപ്പോഴാണ് തടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനോട് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി അറിയുന്നുണ്ട്, ആ ഞാൻ ശ്രമിക്കാം എന്നൊക്കെ ഇങ്ങനെ അവളോട് താല്പര്യം ഇല്ലാത്ത പോലെ ഇങ്ങനെ മുത്തശ്ശി സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, എന്തായാലും മുത്തശ്ശി ഇവിടെയുള്ള ചെറിയ പണികളൊക്കെ ചെയ്താൽ എന്തായാലും തടിയൊക്കെ ഒന്ന് കുറഞ്ഞോളൂ, ഈ ജനവാതിൽ ഈ അലമാരയൊക്കെ പൊടി പിടിച്ച് കിടക്കല്ലേ മുത്തശ്ശി, അതൊക്കെ ഒന്ന് തുടച്ചാൽ മതി, അപ്പോൾ തന്നെ ചെറിയൊരു എക്സസൈസാണ്, അങ്ങനെയെങ്കിലും നമുക്ക് തടി കുറക്കാം എന്നൊക്കെ പറയണം. ആ സമയത്ത് തന്നെ കൽപ്പന ആ ബക്കറ്റും വെള്ളം കൊണ്ട് അങ്ങ് വരുന്നുണ്ട്. മുത്തശ്ശി ഇതൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കിയേക്ക്, അപ്പോൾ തന്നെ നമുക്ക് ഈ തടിക്കൊക്കെ ഒരു എക്സസൈസ് ആയിക്കോട്ടെ എന്നൊക്കെ ഇവരോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശിക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ട്, ഇവർ എന്തിനാണ് എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ അടവുകളാണിത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. പക്ഷേ മുത്തശ്ശി അതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറുന്നില്ല. മുത്തശ്ശി അറിയുന്നുണ്ട്, ഞാൻ തുടച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബക്കറ്റും വെള്ളമൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ജനവാതിലൊക്കെ തുടക്കുകയാണ്. അപ്പോൾ ഈ ഉർവശിയും കൽപ്പനയും അങ്ങ് മാറി നിന്നിട്ട് അങ്ങ് കളിയാക്കി ചിരിക്കുന്നതൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ ഉർവശി പറയുന്നുണ്ട്, ഇടീ ഈ മറ്റുള്ളവരൊക്കെ ഭരിച്ച് ജീവിക്കാൻ എന്ത് രസം, നമ്മൾ പറയുന്നതൊക്കെ അനുസരിച്ചാണ്ട് ബാക്കിയുള്ളവരൊക്കെ നിൽക്കുന്നത് കേൾക്കാൻ തന്നെ എന്ത് രസമാടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ ആ ഒരു പണികളൊക്കെ ചെയ്യുന്നതൊക്കെ ഇവർ എൻജോയ് ചെയ്ത് അങ്ങ് പോവാണ്. അപ്പോൾ ഈ മുത്തശ്ശി തുടച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ പത്മിനി അങ്ങ് വന്ന് കാണുകയാണ്. അവൻ പത്മിനി പറയുന്നുണ്ട്, അല്ല മുത്തശ്ശി എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്, അമ്മ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്, അമ്മ ഇതൊന്നും എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു തുണി അങ്ങ് വാങ്ങിയിട്ട് ഞാൻ ചെയ്തോളാം ഇതൊക്കെ, അമ്മ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു തുണി വാങ്ങിയിട്ട് അങ്ങ് തുടക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഈ പത്മിനിയോട് ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, എടി വേണ്ട ഞാൻ തന്നെ തുടച്ചോളാം, എനിക്കതിലൊന്നും കുഴപ്പമില്ലടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, എനിക്ക് പക്ഷേ അമ്മ ഇങ്ങനെയൊന്നും ചെയ്യുന്നതൊന്നും കാണാൻ സഹിക്കാൻ കഴിയില്ല, ഞാൻ തന്നെ ചെയ്തോളാം, ഇവിടെയുള്ള ആര് നിങ്ങളെ പണി ഏൽപ്പിച്ചതാണെങ്കിലും ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു തുണി വാങ്ങിയിട്ട് അങ്ങ് തുടക്കാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വീണ്ടും ആ കൽപ്പന ഉർവശി അങ്ങോട്ടങ്ങ് കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, അല്ല മുത്തശ്ശിനോടല്ലേ ഞാൻ ഈ പണി പറഞ്ഞത്, പിന്നെ എന്തിനാണ് ഇവർ ഈ പണി ചെയ്യുന്നത്, അല്ല ഏടത്തിക്ക് ഞാനൊരു പണി തന്നതല്ല, അവിടെ അടുക്കളയിൽ പാചകം ചെയ്യാൻ
ചെയ്യാനൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ പത്മിനി പറയുന്നുണ്ട് അതിന് ഇനിയും ടൈം ഉണ്ടല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട് ടൈമോ ചന്ദ്രേട്ടനെ എപ്പം വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഭക്ഷണം ആയിരിക്കണം, അതുകൊണ്ട് ഇപ്പം തന്നെ പെട്ടെന്ന് പോയി ഭക്ഷണം ഉണ്ടാക്കിക്കോ, ഇനി ഈ കാത്തിരിക്കൊന്നും വേണ്ട, അത് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കണം. പിന്നെ ആ സേറ വരുന്നുണ്ട്, ആ സേറ എന്ന് പറയുന്നത് നമ്മളെ കുടുംബത്തിന് ഒരുപാട് സഹായിച്ചാലേ, അതുകൊണ്ട് അവർ വരുന്നുണ്ട്, നല്ല കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, എന്തായാലും ഈ പണിയൊക്കെ മുത്തശ്ശി തന്നെ ചെയ്തോളും, നിങ്ങളൊന്നും ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് അങ്ങ് ഇൻസൾട്ട് ചെയ്തങ്ങ് സംസാരിക്കുന്നുണ്ട്, അവരോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഈ പത്മിനിക്ക് അങ്ങ് കരച്ചിലങ്ങ് വരികയാണ്. അപ്പോൾ പത്മിനി ഇങ്ങനെ കരച്ചിലങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉർവശി വീണ്ടും പറയുന്നുണ്ട് ഈ കരച്ചിൽ നാടകമൊന്നും ഇപ്പോൾ എന്തായാലും ഇവിടെ നടക്കില്ല, പെട്ടെന്ന് പോയി ഭക്ഷണം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കിച്ചണിലേക്ക് അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ പിന്നെ മുത്തശ്ശി വീണ്ടും ആ പണി അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അങ്ങ് കാണുന്നൊക്കെ ഉണ്ട്. ആറ്റുവാശ്ശേരിയിൽ ദേവന് രാധികനോട് പറയുന്നുണ്ട് നമ്മളിവിടെ നടന്ന ബഹളങ്ങളൊക്കെ വരുണ് കേട്ടോ, നീ ഒന്ന് അവൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളെ അവൻ്റെ അടുത്തേക്ക് അങ്ങ് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അവൾ നേരെ റൂമിൽ പോയി ചെല്ലുന്ന സമയത്ത് ഇവൻ നന്നായിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ തലയിൽ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട് പനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ അങ്ങ് തൊട്ട് നോക്കുന്ന സമയത്ത് ഇവനങ്ങ് ഉണരുകയാണ്. അപ്പോൾ ഇവന് പെട്ടെന്ന് തന്നെ എണീറ്റിട്ട് എനിക്കൊന്ന് പുറത്ത് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാ പുറത്ത് പോകുന്നതെന്നൊക്കെ ഇവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് US പോകാനുള്ള ഈ വിസയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്, എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തട്ടെ, എന്തായാലും ഇവിടെ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ രാധിക പറയുന്നുണ്ട് അതിന് നിങ്ങൾക്ക് നല്ല പനി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്, ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തോളൂ, ഇപ്പോൾ അതിനൊന്നും പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു യാതൊരു പ്രശ്നമില്ല, ഇന്നലെ വരെ ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു, പക്ഷേ ഇന്ന് ഈ എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടല്ലോ, പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള ടെൻഷനൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളിവിടെ എന്തെങ്കിലുമൊക്കെ കേട്ടിരുന്നു, എന്ത് സൗണ്ട് കേട്ടിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ വരുණ ഇരിക്കുന്നുണ്ട് ഇല്ലടോ ഒന്നും കേട്ടിട്ടില്ല, ഞാൻ ഭയങ്കര ഉറക്കമായിരുന്നു, എന്താ സംഭവം എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ ഇവൾ പറയുന്നുണ്ട് അത് പിന്നെ അടുത്തുള്ള വീട്ടിൽ ഒരു ചെറിയ ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതൊക്കെ വരുණ കേട്ട് എങ്ങാനും ബുദ്ധിമുട്ടായി ഉണർന്നോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചോദിച്ചതാണ്, അല്ലാതെ ഒന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ വരുണ് പറയുന്നുണ്ട് എന്തായാലും ഞാൻ പെട്ടെന്നൊന്ന് പോയി വരാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ രാധിക പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ചായ കുടിച്ചിട്ട് പോകാം, ഞാനും കൂടി പോരാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ വരുണ് പറയുന്നുണ്ട് നീ അത്ര പേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് ആത്മഹത്യ ചെയ്യൊന്നുമില്ല, ഞാൻ എന്താ പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും എന്നൊക്കെ ഇങ്ങനെ അവളോട് പറയുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സുകുമാരി മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെ ഓഫീസിലാണ്. അവിടെ ഓഫീസിലേക്ക് ശരത്ത് ഒരു റൈറ്ററിങ് കൊണ്ട് അങ്ങ് വരികയാണ്. റൈറ്റർ പറഞ്ഞാൽ ഫുൾ ഫ്രോഡായിട്ടുള്ളൊരു റൈറ്ററിങ് കൊണ്ട് അവന് വരുന്നത്. അപ്പോൾ ഇവന് ആ റൈറ്ററോട് കയറുന്ന സമയത്ത് തന്നെ അവൻ്റെ നല്ല സുഹൃത്താണ്. അപ്പോൾ ഇവനോട് പറയുന്നുണ്ട് എടാ ആ കിളവി ഒരു പെണ്ണുമാണ്, അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കഥ ഇഷ്ടപ്പെട്ടാൽ പിന്നെ കഥ സിനിമ ഷൂട്ടിങ് തുടങ്ങാമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവരെ ഒന്ന് സോപ്പിട്ട് നിർത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ റൈറ്റർ ഈ ചെക്കൻ പറയുന്നുണ്ട് അല്ല ആ ആളെങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ശരത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക് സ്റ്റോറി എന്തായാലും കുഴപ്പമില്ല, പക്ഷേ അവരെ 2-3 വാക്ക് അങ്ങ് പൊക്കി അടിച്ചാൽ മതി, അപ്പോൾ തന്നെ അവർ ഫ്ലാറ്റ് അവരങ്ങ് വീണോളും, അവർക്ക് ആളെ ഇഷ്ടപ്പെട്ടാൽ മതി, അല്ല അതൊന്നും ഇഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ശരത്ത് പറയുന്നുണ്ട് നീ ആദ്യം ഇവിടെ നിൽക്കും, ഞാൻ നിന്നെ പറ്റിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ഞാൻ വിളിപ്പിക്കുമ്പോൾ അങ്ങ് കയറി വന്നാൽ മതി, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശരത്ത് നേരെ ഈ സുകുമാരി മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് മാഡം ഒരു റൈറ്റർ വന്നിട്ടുണ്ട്, നല്ല അടിപൊളി റൈറ്ററാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഈ കഥ സെലക്ട് ചെയ്യാമെന്നൊക്കെ പറയണം. അപ്പോൾ സുകുമാരി മുത്തശ്ശിയുണ്ട് ഞാൻ ആദ്യം ആളെ ഒന്ന് ഇഷ്ടപ്പെടുമല്ലേ നോക്കട്ടെ, നീ ആദ്യം ആളെ വിളിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഇവന് നേരെ ആ ഒരു ഫ്രണ്ടിനെ അങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ ഇവന് കയറി ചെന്നിട്ട് തന്നെ ഹായ് നമസ്കാരം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരൊക്കെ ഒന്ന് റെസ്പെക്ട് ചെയ്യാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ഇതാണ് പ്രൊഡ്യൂസർ എന്നൊക്കെ പറയാണ്. എന്നിട്ട് നേരെ സുകുമാരി മുത്തശ്ശിനെ അങ്ങ് ശരത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റൈറ്റർ ഇതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഇവൻ അങ്ങ് ഞെട്ടുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി എന്താ ഇവനിങ്ങനെ ഞെട്ടുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവൻ്റെ എക്സ്പ്രഷൻ അങ്ങ് നോക്കുകയാണ്. അപ്പോൾ ഈ റൈറ്റർ അവൻ്റെ അഭിനയം അങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് അയ്യോ ഞാൻ വിചാരിച്ചു ഇത് വല്ല ഈ ആക്ട് ചെയ്യാൻ വന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കുന്നത്, എന്തൊരു ഐശ്വര്യം എന്തൊരു ഭംഗിയാണ് നിങ്ങളെ കാണാൻ, നിങ്ങളെ കണ്ടിട്ട് ഒരു പ്രൊഡ്യൂസറാണെന്ന് തോന്നുന്നില്ല, ഞാൻ ഒരുപാട് ഷൂട്ടിങ് ലൊക്കേഷനിലും സ്റ്റോറി പറയാനും ഒക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും നല്ലൊരു ഐശ്വര്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല, കണ്ടാലറിയാലോ നല്ല കുടുംബത്തിൽ പറയുന്നൊരു പെണ്ണാണെന്ന്, അതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊരു വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും ഫ്ലാറ്റ് അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ അവനോട് നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ തന്നെ അപ്പം തന്നെ പറ്റി. അപ്പോൾ തന്നെ ഈ എഴുത്തുകാരനോട് അവിടെ ഇരിക്കാൻ പറയാണ്, ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ഞാൻ 3-4 സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്, റിലീസ് ചെയ്തത് 3 ഉണ്ട്, ഒന്ന് റിലീസ് ചെയ്യാനും ഉണ്ട്, അപ്പോൾ ഞാൻ ഒരുപാട് റൈറ്റൊക്കെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ ഒരു സ്റ്റോറി എഴുതിയിട്ടുണ്ടായി, ഞാൻ ശരത്തിനോട് പറഞ്ഞ് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടും ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇനി ആ സ്റ്റോറി ഞാൻ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തരാം, അല്ലെങ്കിൽ പിന്നെ
നിങ്ങൾ എൻ്റെ ഷൂട്ടിംഗ് 2 നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞൊരു 2 കൊല്ലം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ സുകുമാരമുത്തശ്ശി അറിയുന്നുണ്ട്, അല്ല ഇപ്പോഴുള്ള ആ സ്റ്റോറി തന്നെ മതി, നീ ശരത്തിനോട് പറഞ്ഞ് ഇഷ്ടപ്പെട്ടല്ലേ, അപ്പോൾ പിന്നെ ഓക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ സുകുമാരമുത്തശ്ശി അങ്ങ് പറയാണ്. അപ്പോൾ ഇവന് വീണ്ടും അങ്ങ് പൊക്കി അടിച്ച് അങ്ങ് ഇവർ 2 പറയുന്നുണ്ട്, അത് എൻ്റെ കഥയിൽ ഞാനൊരു ഈ ഹീറോയിന് അവളുടെ ഒരു സ്ട്രഗിളിങ്ങിനെ കുറിച്ചുള്ളൊരു സ്റ്റോറിയാണ്, പക്ഷേ ആ ഒരു സ്റ്റോറിയിൽ പറ്റിയൊരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി. ഞാൻ ഇത്രയും കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, എന്തൊരു ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ 2 പേരും ഭയങ്കരമായിട്ട് പൊക്കി അടിക്കുന്നുണ്ട്. എന്തൊരു ഭംഗി, എന്തൊരു ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുകുമാരമുത്തശ്ശിനെ 2 പേരെ അങ്ങ് പൊക്കി അടിക്കുന്നതിൽ ഇവർ 2 പേരും അങ്ങ് ഫ്ലാറ്റായി പോകുന്നുണ്ട്. അപ്പോൾ ഈ എഴുത്തുകാരൻ പറയുന്നുണ്ട്, അത് എനിക്കൊന്ന് സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ ഈ സുകുമാരമുത്തശ്ശിനോട് അങ്ങ് ചോദിക്കണം. അപ്പോൾ സുകുമാരമുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാ സെൽഫി എന്നൊക്കെ ഇവനോട് അങ്ങ് ചോദിക്കണം. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, അത് പിന്നെ ഞങ്ങൾ എഴുത്തുകാരെല്ലാവരും കൂടി വൈകുന്നേരം ഒന്ന് കൂടും, അല്ല എഴുത്തിനെ കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യണേ, അപ്പോൾ ആ സമയത്ത് എനിക്ക് കാണിച്ചു കൊടുക്കാമല്ലോ, നിങ്ങളെ പോലെയുള്ള ഒരാളെ അടുത്തേക്കൊന്ന് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ 2 പേരും കൂടി വെച്ചിട്ട് ഈ ഒരു എഴുത്തുകാരനെ അങ്ങ് സെൽഫി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ശരത്തിന് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ട്. ഇവന് ഫുൾ ആക്ടിങ് ആണെന്ന് ശരത്തിന് കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ സുകുമാരമുത്തശ്ശി അറിയുന്നുണ്ട്, എന്തായാലും ശരത്തിന് സ്റ്റോറി ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് 2 ദിവസത്തിനുള്ളിൽ സ്റ്റോറി അങ്ങ് കൊടുത്തയക്ക്, നമുക്ക് ഇതങ്ങ് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ അങ്ങ് ഫിക്സ് ചെയ്യാണ്. അപ്പോൾ ഇവന് എന്നാൽ ഞാൻ 2 ദിവസത്തിനുള്ളിൽ അന്ന് അയച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അങ്ങ് പുറത്തേക്ക് പോകണം. അപ്പോൾ ശരത്തും കൂടെ ആ ചെക്കൻ്റെ കൂടെ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ശരത്ത് ഈ ചെക്കനോട് അവരുടെ അടുത്ത് നിന്ന് അങ്ങ് മാറി കഴിഞ്ഞതിന് ശേഷം ചോദിക്കുന്നുണ്ട്, എടാ നീ ഇത്ര പൊളിച്ചെടുക്കുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ തന്നെ ഈ എഴുത്തുകാരൻ പറയുന്നുണ്ട്, ആ കിളവിനെ കണ്ടാൽ തന്നെ അറിയാം ഫ്രോഡാണെന്ന്, അവരുടെ മുന്നിൽ അവരെ 2 വാക്കങ്ങ് പൊക്കി അടിച്ച് അവർ ഫ്ലാറ്റാണെന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ ഇവൻ അങ്ങ് പറയുന്നുണ്ട്. എന്നിട്ട് ഇവൻ അങ്ങ് പോകണം, എന്തായാലും നമുക്ക് പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ നീ സ്റ്റോറി എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ സ്റ്റോറി ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് നിനക്ക് അങ്ങ് തരണ്ട്, ബാക്കിയൊക്കെ നീ ഒന്ന് ഹാൻഡിൽ ചെയ്തേക്ക് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഇവൻ അങ്ങ് പോകണം. പിന്നെ കണിമംഗലത്താണെങ്കിൽ ഈ ചന്ദ്രശേഖരനും ഉർവശിയും കൽപ്പനയും കൂടി അങ്ങ് ആ സേറനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇവർ 2 പേരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല ശരിക്കും സേറനെ നിങ്ങൾക്ക് എങ്ങനെ പരിചയം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചന്ദ്രേട്ടൻ പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് ഒരുപാട് നല്ല വലിയ വലിയ ആളുകളായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഏട്ടനും വരനും കൂടി എന്നെ പറ്റി അപവാദം പറഞ്ഞ് പരത്തി എല്ലാ സുഹൃത്തുക്കളും എനിക്ക് നഷ്ടമായതാണ്. പക്ഷേ സേറ അങ്ങനല്ല, സേറ എല്ലാ പ്രശ്നത്തിലും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഉറ്റ സുഹൃത്താണ് സേറ, സേറക്ക് നമ്മളുടെ അവസ്ഥയൊക്കെ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇവളോട് ഇങ്ങനെ പറയുന്ന സമയത്ത് എന്തായാലും സേറയുടെ കാറങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് സേറ എങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ള ചെറിയൊരു ഡൗട്ടൊക്കെ ഇവർക്ക് 2 പേർക്കും ഉണ്ട്, ഉർവശിക്കും കൽപ്പനക്കും. അപ്പോൾ സേറ അങ്ങ് കയറി വന്നിട്ട് നേരെ നമ്മുടെ ചന്ദ്രേട്ടനെ അങ്ങ് ഹഗ് ചെയ്യാണ്. സേറ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ 2 പേര് ഹഗ് അങ്ങ് ചെയ്യുന്ന സമയത്ത് ഈ ഉർവശിക്ക് ചെറിയൊരു ജലസിയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് അവരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ അങ്ങ് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ എപ്പിസോഡ് എന്തായാലും അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെ സംഭവിക്കുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി ഈ ഉർവശിക്ക് എങ്ങാനും ജലസി വന്നിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ ഈ ഉർവശിക്ക് ഈ സേറിനോടുള്ള ക്യാരക്ടറിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനുള്ള ചെറിയൊരു ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാന്ന്. പിന്നെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഈ വരുണ് എന്തായാലും അവൻ്റെ US പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി തിരിച്ചു വന്ന് അതൊന്നും നടന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. അവൻ നിരാശനായിട്ടാണ് റിപ്ലൈ കൊടുക്കുന്നത്, പോകാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ രാധികനോട് പറയുന്നത്. അപ്പോൾ രാധിക ഇങ്ങനെ അത് സാരമില്ലല്ലോ, നമുക്ക് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലി നോക്കാം എന്നൊക്കെ ഇങ്ങനെ ഇവള് സപ്പോർട്ട് ചെയ്യുന്ന പറയുന്ന സീനുകളൊക്കെ എന്തായാലും കാണിക്കുന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സേറ ആ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് ഈ പത്മിനിയും മുത്തശ്ശിനിയാണ് അവർക്ക് അങ്ങ് ഭക്ഷണം വിളമ്പാനൊക്കെ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരെ കണ്ടിട്ട് ഇങ്ങനെ ഈ സേറ പറയുന്നുണ്ട്, 2 സെർവൻ്റൊക്കെ ഈ വീട്ടിൽ ആവശ്യമുണ്ടോ, അത് ഇത്രയും പ്രായമുള്ളൊരു പെണ്ണിനെയൊക്കെ സെർവൻ്റ് ആക്കിയാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അവരെ അങ്ങ് ഇൻസൾട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്, നാളെ കാണാം. ഓക്കെ ബൈ ഓൾ.